ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ എണ്ണയും സൈനികോപകരണങ്ങളുമൊക്കെ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് എന്നതിനാൽ ഈ പണം റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ ഫണ്ടിങ്ങിലേക്ക് പോകുമെന്നായിരുന്നു ഭീഷണിയിൽ ട്രംപ് ഉയർത്തിയ വിചിത്രവാദം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുള്ള പിഴ ആയാണ് തീരുവ വർധനവിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. തീരുവ പ്രാബല്യത്തിൽ വന്നാൽ എന്തായാലും അമേരിക്കൻ വിപണിയിലും ഇന്ത്യയുടെ GDP-യിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ അത് ഉണ്ടാക്കുമെന്നുറപ്പാണ്. പക്ഷേ ട്രംപ് സ്വപ്നം കാണുന്നത് പോലെ താരിഫ് കൂട്ടിയാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ? എന്താണ് ഇതിൽ ഇന്ത്യയുടെ പ്രതികരണം? റഷ്യൻ എണ്ണ ഇല്ലെങ്കിൽ ഇന്ത്യയെ അത് എത്ര കണ്ട് ബാധിക്കും? ഈ കാര്യങ്ങളാണ് ഇന്ന് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. സ്വാഗതം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന പ്രതീക്ഷയിലാണല്ലോ തീരുവ ഉയർത്തി ട്രംപിന്റെ ഭീഷണി. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ റഷ്യൻ ഓയിലിന്റെ ഇറക്കുമതി ഇന്ത്യ കുറച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ അമിത തീരുവ ഭീഷണിക്ക് വഴങ്ങി റഷ്യൻ എണ്ണ വാങ്ങുന്നത് കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചു എന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകളൊക്കെ തള്ളി കേന്ദ്രം രംഗത്തെത്തിയതോടെ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടില്ലെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ വിഷയത്തിൽ ഇനി എങ്ങനെ ഇന്ത്യ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനമെന്നത് വലിയൊരു ചർച്ചാ വിഷയമായി തന്നെ മാറി. ഇതിനൊക്കെ ഉത്തരവുമായി വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ നിലവിലെ ആവശ്യങ്ങൾക്കനുസൃതമായി മാർക്കറ്റിൽ ലഭ്യമായ എണ്ണ വാങ്ങുന്നതിനാണ് പ്രാധാന്യമെന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചത്. ഇന്ത്യക്ക് ഒരു രാജ്യത്തോടും പ്രത്യേക പ്രതിബദ്ധത ഇല്ലെന്നും അന്താരാഷ്ട്ര വിപണിയിൽ ഓരോ സമയത്തെയും സാഹചര്യങ്ങൾ വിലയിരുത്തിയാണ് ഇന്ത്യയുടെ കൊടുക്കൽ വാങ്ങലുകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് സത്യത്തിൽ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ കാര്യമായ വർധനമുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യ ക്രൂഡ് ഓയിൽ വിലകൾ കുറയ്ക്കാൻ നിർബന്ധിതരായി. ഒരു ഘട്ടത്തിൽ പെട്രോൾ ബാരലിന് $40 വരെ റഷ്യ ഡിസ്കൗണ്ട് നൽകിയിരുന്നു. ഇതോടെയാണ് റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപയോക്താക്കളായി ഇന്ത്യ മാറിയത്. യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് 0.2% ആയിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി. പ്രതിദിനം 68,000 ബാരൽ ക്രൂഡ് ഓയിലാണ് 2022 ജനുവരി വരെ ഇന്ത്യ വാങ്ങിയിരുന്നത്. എന്നാൽ ആ വർഷം ജൂൺ ആകുമ്പോഴേക്കും ഇറാഖിനെ കടത്തിവെട്ടി റഷ്യ ഇന്ത്യയുടെ ടോപ്പ് ഓയിൽ സപ്ലയറായി. 2023 മെയ് ആകുമ്പോഴേക്കും ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ കയറ്റുമതി പ്രതിദിനം 2.15 മില്യൺ ബാരലായി ഉയർന്നു. ജൂൺ മുതൽ പ്രതിദിനം 1.12 മില്യൺ ബാരൽ ഓയിലാണ് റഷ്യ ഇന്ത്യക്ക് നൽകുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യയിൽ 1.4 മില്യൺ ബാരലിന് താഴെ പോയിട്ടില്ല. ഏകദേശം $275 റഷ്യൻ എണ്ണയ്ക്കായി ഇന്ത്യ പ്രതിവർഷം ചെലവാക്കുന്നത്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. ഭൂരിഭാഗവും പെട്രോളിയം പ്രൊഡക്റ്റുകളായി റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്കടക്കം കയറ്റി അയക്കും. റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ലഭിക്കുന്ന ഈ എണ്ണയാണ് ഇന്ത്യൻ ഇക്കോണമി ബാലൻസ് ചെയ്യുന്ന സുപ്രധാന ഘടകങ്ങളിലൊന്ന്. ഭൂരാഷ്ട്ര തന്ത്രങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളിലും ഇന്ത്യൻ സമ്പദ്ഘടനയെ സുസ്ഥിരമാക്കി നിർത്തുന്നത് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം തന്നെയാണ്. ക്രൂഡ് ഓയിലിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി റഷ്യയുമായി തുടർന്നു പോരുന്ന വ്യാപാര ഇടപാടുകളെ ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുമെന്ന് ഇടയ്ക്കിടെ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി മുന്നറിയിപ്പ് നൽകുന്നതും പതിവാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ട്രംപിന്റെ താരിഫ് ഭീഷണി മൂലം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ ഒരിക്കലും മുതിരാൻ സാധ്യതയില്ല. ഇനി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി റഷ്യൻ ഓയിൽ പർച്ചേസ് നിർത്തുകയാണെങ്കിൽ തന്നെ മറ്റ് സപ്ലയേഴ്സിനെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള എണ്ണ വിപണി ഇന്ത്യ പുനരാരംഭിക്കും. ചിലപ്പോൾ ബ്രസീൽ പോലെയുള്ള ന്യൂ സപ്ലയേഴ്സിനെയും ഇന്ത്യ പരിഗണിച്ചേക്കും. എന്നാൽ ഈ രാജ്യങ്ങളൊന്നും റഷ്യ നൽകുന്ന വിലയിൽ ക്രൂഡ് ഓയിൽ നൽകില്ല എന്നതിനാൽ അതൊരു പ്രതിസന്ധി തന്നെയാണ്. ബാരലിന് $4 മുതൽ $5 വരെയാണ് ഈ രാജ്യങ്ങൾ ക്രൂഡ് ഓയിലിന് വിലയിട്ടിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് മറ്റ് പല ഏഷ്യൻ രാജ്യങ്ങളും എണ്ണ വാങ്ങുന്നുണ്ട്. ചൈനയാണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. റഷ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ 47% ചൈനയാണ് വാങ്ങുക. യൂറോപ്യൻ യൂണിയൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ 6% വീതവും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്.